നമസ്കാരം. റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മറ്റും വാങ്ങുന്ന ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒപ്പം തന്നെ നല്ല മണവും ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഈശ്വർ പ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. ആദ്യമായി ചിക്കൻ ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടി ഒരു ബേസിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള അല്പം വലിപ്പമുള്ള പാത്രമോ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 3 ടേബിൾ സ്പൂണും സാധാ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണും മതിയാകും. ഇത് 2.5 കിലോ തൂക്കമുള്ള ബ്രോയിലർ ചിക്കനാണ്. ഇത് ഡ്രസ് ചെയ്ത് വരുമ്പോൾ 1.25 കിലോയ്ക്കും 2 കിലോയ്ക്കും ഇടയ്ക്ക് തൂക്കമുണ്ടാകും. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 4 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. ഇതോടൊപ്പം ഒരു മുട്ടയും ഉടച്ച് ചേർക്കാം. മുട്ടയും ചേർത്ത ശേഷം അതിലേക്ക് ഒരു നാരങ്ങ, പഴുത്ത നാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ നീരും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഈ മുട്ട ഉടച്ചൊഴിച്ച ആ ഒരു നനവിൽ തന്നെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അതിനുശേഷം അല്പം വെള്ളം തളിക്കാം. വളരെ കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴയ്ക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 5 പച്ചമുളകും 8 വെളുത്തുള്ളി അല്ലിയുമാണ് ഇതിലെ പേസ്റ്റായി മാറ്റിയിരിക്കുന്നത്. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ പീസുകളെല്ലാം ഈ മസാലയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും, ചിക്കൻ പീസുകളുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഈ മസാല പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. ഇടയ്ക്ക് ഈ ചിക്കൻ പീസൊക്കെ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ മസാല അല്പം ഒന്ന് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ പീസൊക്കെ ഇടുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് 2.5 കിലോ തൂക്കമുള്ള കോഴിയാണ്. ഇത് ഡ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് 1.25 കിലോയ്ക്കും 2 കിലോയ്ക്കും ഇടയ്ക്കുള്ള ഇറച്ചി കിട്ടും. കൂടുതൽ കോഴി എടുക്കുന്നവർ അതിനനുസരിച്ച് ഇതിൻ്റെ മസാലയ്ക്കും വ്യത്യാസം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മസാല പുരട്ടിയ ചിക്കൻ പീസുകൾ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. അപ്പോഴേക്കും ഈ ചിക്കനിൽ ഉപ്പും മസാലയും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും. കടകളിൽ നിന്നും വാങ്ങുന്ന ചിക്കൻ ഫ്രൈക്ക് രുചി കൂട്ടുന്നത് അതിനുപയോഗിക്കുന്ന പൊടിയാണ്. ആ ഒരു പൊടിയും കൂടെ നമുക്ക് തയ്യാറാക്കാം. ഈ ചിക്കൻ പീസ് കഴിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ പൊടിയും വളരെ ടേസ്റ്റാണ്. അതിനുവേണ്ടി ഒരു 10-15 വെളുത്തുള്ളി അല്ലി ഇടാം. അത് വെളുത്തുള്ളി നല്ല രീതിയിൽ പൊളിക്കുകയൊന്നും വേണ്ട, അന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോടോടുകൂടി തന്നെ ഇടാം. പിന്നെ ഉണക്കമുളകാണ്. ഉണക്കമുളകും അതിൻ്റെ വിത്തും അതിനകത്തുള്ള കുരുവുണ്ടല്ലോ, ഇതെല്ലാം ചേർത്ത് ഇട്ടേക്കുക. ഇതോടൊപ്പം 5-6 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാനായി വച്ചിരുന്ന ചിക്കൻ പീസിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും നമ്മൾ അല്പം മുമ്പേ അരച്ചു വെച്ച, അതായത് ചതച്ചു വെച്ച പൊടി മസാലയും ഇതോടൊപ്പം ചേർക്കാം. ഇനി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. പൊടി മസാലയും കോൺഫ്ലവറും ചിക്കൻ പീസുകളിൽ എല്ലാത്തിലും നല്ലപോലെ പറ്റി പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കുവാൻ. അല്പസമയം എടുത്താലും കുഴപ്പമില്ല, ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കൻ പീസുകൾ ഏകദേശം 10-15 മിനിറ്റ് വച്ച ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഈ ചിക്കൻ പീസുകൾ ചെറുതായി ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം എണ്ണ ഒഴിക്കാൻ. കൂടുതൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്രയും വേസ്റ്റായി പോകും. കടകളിലും മറ്റുമാണ് ഒത്തിരി എണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം എണ്ണ ഒഴിക്കാം. ഒരു ചിക്കൻ പീസ് ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും. ചെറുതായി ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ചിക്കൻ പീസുകൾ പാനിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ടാകും. ഇവ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മറുസൈഡും ഒന്ന് വേകുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ എണ്ണ ഒഴിച്ചിരുന്നെങ്കിൽ നമുക്കിത് ആ എണ്ണയിൽ കിടന്ന് തന്നെ വേകുമായിരുന്നു. എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മറിച്ച് ഇട്ട് കൊടുക്കേണ്ടി വരുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ ചിക്കൻ വറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒത്തിരി എണ്ണ, അതായത് ഒരു ചീനിച്ചട്ടിയിൽ ഒരു 1/4 ഭാഗം എണ്ണ ഒഴിച്ചിട്ടുണ്ടാകും. അതിൽ ഈ ചിക്കൻ പീസുകൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്ന് എളുപ്പത്തിൽ കോരി എടുക്കുന്നതിനും കൂടുതൽ അത് വളരെ വേഗത്തിൽ മുരിഞ്ഞ് കിട്ടുന്നതിനും വളരെ സഹായകമാണ്. നമുക്ക് വീടുകളിൽ അത്രയും എണ്ണയിലൊന്നും ആവശ്യമില്ല. നമ്മൾ വെറുതെ എണ്ണ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്യുന്നത്.
വീണ്ടും ഒരു 5 മിനിറ്റ് സമയം കൂടി എടുക്കുമ്പോൾ ചിക്കൻ്റെ 2 ഭാഗവും നല്ലപോലെ വെന്തിട്ടുണ്ടാകും. അത് വെന്തിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി പോലുള്ള സാധനമോ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഈ ചിക്കൻ പീസുകളിൽ ഒന്ന് അമർത്തി നോക്കിയാൽ മതി. ചിക്കൻ വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തി ഇറക്കുന്ന വസ്തു, അതായത് ഈർക്കിലോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്ത് തന്നെ ആയിക്കോട്ടെ, വളരെ വേഗത്തിൽ ഇറങ്ങുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചിക്കൻ പീസിൻ്റെ കാലുകൾ ഈ അതിൻ്റെ അസ്ഥിയിൽ നിന്നും ഈ മാംസം വിട്ടുവരുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്ന്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ചിക്കൻ്റെ 2 ഭാഗവും നല്ലപോലെ വെന്തിട്ടുണ്ടാകും. നമുക്കിപ്പോൾ കാണുന്ന ഈ ചിക്കൻ പീസുകളുടെ, അതായത് കാലിൻ്റെ ഭാഗമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ പാകവും. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. ആ സമയം തീ കുറച്ച് വയ്ക്കുക. ഈ ചിക്കൻ പീസുകളെല്ലാം മാറ്റിയ ശേഷം അതിനുള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത പൊടി ഉണ്ടാകും, അതും നമുക്ക് എടുക്കാം. ഈ പൊടിയും ചിക്കനും എല്ലാം വളരെ മികച്ച നല്ല ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളും ഇത്തരം ഒരു ചിക്കൻ ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതൊന്ന് കമൻറ്റായി അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം വൈകുന്നേരം 4 മണിക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.